കേരളത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും ചൂടുള്ള വിഷയമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തമ്മിലുള്ള പോരാട്ടമാണ്. ഒരു പരിധിവരെയുള്ള ചെളിവാരി എറിയലുകളാണ്. ഇതിൽ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് റോബിൻ രാധാകൃഷ്ണനും വേദലക്ഷ്മിയും തമ്മിൽ നടക്കുന്ന പോരാട്ടമാണ്. മറ്റൊരു ഉദാഹരണമാണ് ബിഗ് ബോസിലെ മറ്റൊരു വിജയിയും അതുപോലെ തന്നെ 24 ന്യൂസിൻ്റെ അവതാരകനുമായിട്ടുള്ള അഖിൽ മാരാരും ഹാഷ്മിയും തമ്മിലുള്ള സമൂഹ മാധ്യമ പോരാട്ടങ്ങൾ. ഈ ഒരു പോരാട്ടത്തിൻ്റെ കളത്തിലേക്ക് ഏറ്റവും പുതുതായി കടന്നു വന്നിട്ടുള്ളത് ഏറെ പ്രായമുള്ള രണ്ട് യൂട്യൂബർമാരാണ്. കേരളത്തിന് സുപരിചിതരായിട്ടുള്ള, രണ്ട് പക്വതയുണ്ട് എന്ന് കേരളം വിലയിരുത്തുന്ന രണ്ട് യൂട്യൂബർമാരാണ്. ഇതിലൊന്നാമത്തെ ആൾ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയയാണെങ്കിൽ രണ്ടാമത്തെ ആൾ KM ഷാജഹാൻ എന്ന പൊതുപ്രവർത്തകനാണ്. KM ഷാജഹാൻ ഷാജൻ സ്കറിയ പോരാട്ടത്തെക്കുറിച്ച് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായിട്ടുള്ള വാർത്താ മുഖമായിട്ടുള്ള വ്യക്തിയാണ് ഷാജൻ സ്കറിയ. എന്നാൽ ഒരു ഓൺലൈൻ വാർത്താ പോർട്ടലിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ എന്നതിനപ്പുറം കേരളത്തിലേറെ സ്വാധീനശേഷിയുള്ള ഒരു യൂട്യൂബറാണ് ഷാജൻ സ്കറിയ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹം പങ്കുവെക്കുന്ന വീഡിയോകൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ്. അതൊരു നിഷ്പക്ഷ മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ള ഒരു പൊതുബോധം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹ രാഷ്ട്രീയ വിഷയങ്ങളിൽ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയ പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ജനങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അതുപോലെ രാഷ്ട്രീയ വിഷയങ്ങൾ പ്രധാനമായും കൈകാര്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു യൂട്യൂബറാണ് KM ഷാജഹാൻ എന്ന് പറയുന്നത്. KM ഷാജഹാൻ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള വലം കൈയായിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും അംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ കണ്ണിലെ കരട് കൂടിയായിരുന്നു KM ഷാജഹാൻ. VS യുഗത്തിന് വിരാമമായതോടെ CPMൽ നിന്ന് KM ഷാജഹാൻ പുറത്താക്കപ്പെടുകയായിരുന്നു. പിന്നീട് CPMൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെയും ഏറ്റവും കടുത്ത വിമർശകനായിട്ടാണ് അദ്ദേഹം ഇന്നുവരെയും നിലനിന്നു പോന്നിട്ടുള്ളത്. KM ഷാജഹാനെ പോലെ തന്നെ ഷാജൻ സ്കറിയയും പിണറായി വിജയൻ്റെ ഏറ്റവും കടുത്ത വിമർശകനായിട്ടുള്ള ഒരാളാണ്. പിണറായി ഭരണകൂടത്തിൻ്റെ കാലത്ത് പോലും പിണറായിയുടെ തെറ്റുകൾക്കെതിരെ കൃത്യമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ ഇവർ രണ്ടുപേരും ഒരു ഭയവും കാണിച്ചിരുന്നില്ല. അതിൻ്റെ പേരിൽ പല രാഷ്ട്രീയ വേട്ടകൾക്കും ഭരണകൂട വേട്ടകൾക്കും ഇരുവരും ഇരയായിട്ടുണ്ട്. പലവട്ടം അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലും നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പിണറായി വിരോധമാണ് ഇവരെ രണ്ടുപേരെയും അടുത്ത സുഹൃത്തുക്കളാക്കിയത് എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ രൂക്ഷമായ ഒരു ഭിന്നതയാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഇത് പരസ്യമാകുന്നത് KM ഷാജഹാൻ ആദ്യം മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വീഡിയോ പങ്കുവെച്ചതോടുകൂടിയാണ്. ഇതിന് മറുപടി എന്ന വേണം ഷാജൻ സ്കറിയയും ഈ ഓണക്കാലത്ത് KM ഷാജഹാനെതിരെ അതിനിശിത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടും താൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടും മറ്റൊരു വീഡിയോയും പങ്കുവെക്കുകയുണ്ടായി. കേരളത്തിൽ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥനെ ചൊല്ലിയാണ് ഇവർക്കിടയിൽ ഭിന്നത ഉടലെടുത്തിട്ടുള്ളത് എന്ന വസ്തുതയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഈ IPS ഉദ്യോഗസ്ഥൻ ആരാ എന്നതാണ് ഇനി വിവരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ADGP റാങ്കിൽ നിന്ന് DGP റാങ്കിലേക്ക് ഏറ്റവും പുതുതായി പ്രൊമോഷൻ ലഭിച്ചിട്ടുള്ള S ശ്രീജിത്താണ് ഈ IPS ഉദ്യോഗസ്ഥൻ. ദീർഘകാലമായി KM ഷാജഹാൻ S ശ്രീജിത്തിൻ്റെ നിശിതമായിട്ടുള്ള ഒരു വിമർശകനാണ്. ശ്രീജിത്തിനെതിരെ KM ഷാജഹാൻ പലപ്പോഴും ആക്ഷേപകരമായിട്ടുള്ള കണ്ടന്റുകൾ പങ്കുവെച്ചുകൊണ്ട് വീഡിയോകളടക്കം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ശ്രീജിത്ത് KM ഷാജഹാനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുകയും ഒരു കോടതി KM ഷാജഹാന് പിഴ വിധിക്കുകയും ചെയ്തിട്ടുള്ള സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും S ശ്രീജിത്തിനെതിരെയുള്ള നിയമ പോരാട്ടങ്ങൾ ഇതുകൊണ്ടൊന്നും KM ഷാജഹാൻ അവസാനിപ്പിച്ചിട്ടില്ല. ഷാജഹാൻ കൊടുത്തിട്ടുള്ള ഒരു കേസിൻ്റെ പേരിൽ കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ ശ്രീജിത്തിനെതിരെ വാദം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് UDF സർക്കാരിന് വിമർശനങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഏറ്റുവാങ്ങേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ KM ഷാജഹാൻ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയ തൻ്റെ വീഡിയോകളിലൂടെ S ശ്രീജിത്തിനെ ഒരു വിശുദ്ധ പുണ്യവാളനായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. ഇവിടെ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് S ശ്രീജിത്ത് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വഴിവിട്ട പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒരു ഗൂഢ അജണ്ടയുടെ ഭാഗമായിട്ട്, ഒരു നന്ദി പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് തീരെ നിഷ്പക്ഷതയില്ലാതെയാണ് സത്യസന്ധമല്ലാത്ത S ശ്രീജിത്ത് സ്തുതികളുമായിട്ടുള്ള വീഡിയോകൾ
ഷാജൻസ്കറിയ പങ്കുവെക്കുന്നതെന്നും കെ എം ഷാജഹാൻ തൻ്റെ വീഡിയോയിലൂടെ ആരോപിക്കുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക്, അതായത് ഷാജൻസ്കറിയക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന വീഡിയോയ്ക്ക് ആമുഖമായി തന്നെ ഒരുപാട് വ്യക്തിപരമായും നിയമപരമായും സാമ്പത്തികമായും സഹായിച്ചിട്ടുള്ള, തൻ്റെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്നിട്ടുള്ള സുഹൃത്താണ് ഷാജൻസ്കറിയ എന്നും കെ എം ഷാജഹാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഷാജൻസ്കറിയയെ ഒരു വിമർശനത്തിന് അതീതമായിട്ടുള്ള വ്യക്തിയാക്കി മാറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാജൻസ്കറിയക്കെതിരെ എസ് ശ്രീജിത്തുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരങ്ങളായിട്ടുള്ള ആരോപണങ്ങൾ കെ എം ഷാജഹാൻ തൻ്റെ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഷാജൻസ്കറിയ ആ വീഡിയോ കണ്ട് പ്രകോപിതനായിട്ടാണ് കെ എം ഷാജഹാനെതിരെയുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായി തൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ പങ്കുവെക്കുന്ന സാഹചര്യം സംജാതമായത്. ആ വീഡിയോയിലും ആമുഖമായി താൻ കെ എം ഷാജഹാന് ചെയ്തു കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ, അതായത് താൻ കെ എം ഷാജഹാൻ അറസ്റ്റിലായ ഘട്ടത്തിൽ വക്കീലിനെ വെച്ചു കൊടുത്തു, വക്കീലിൻ്റെ ഫീസ് കൊടുത്തു, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി മേടിച്ചു കൊടുക്കുവാൻ താൻ ഇടപെട്ടു, അതുപോലെ തന്നെ കെ എം ഷാജഹാനെ താൻ സാമ്പത്തികമായി സഹായിച്ചു എന്നീ കാര്യങ്ങൾ എണ്ണി പറഞ്ഞതിന് ശേഷമാണ് കെ എം ഷാജഹാനെതിരെ എസ് ശ്രീജിത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾക്ക് കെ എം ഷാജഹാൻ്റെ വീഡിയോയ്ക്ക് ഷാജൻസ്കറിയ മറുപടി പറയുന്നത്. ഏതൊക്കെയാണെങ്കിലും ഇതിൽ നിന്ന് രണ്ടുപേരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു, ഇവർ പരസ്പരം സഹായകരമായി നിലകൊണ്ടിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന ശക്തിക്കെതിരെ ഇവർ ഒരുമിച്ച് നിന്ന് പോരാടിയിട്ടുമുണ്ട്. എന്നാൽ എസ് ശ്രീജിത്തിനെ താൻ വിശുദ്ധ പശുവാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും, അതുപോലെ തന്നെ കെ എം ഷാജഹാൻ്റെ ഉള്ളിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യമാണ് ശ്രീജിത്തിനെതിരെയുള്ള ഇയാളുടെ പോരാട്ടങ്ങൾക്ക് കാരണമെന്നുമാണ് ഷാജൻസ്കറിയ തൻ്റെ വീഡിയോയിലൂടെ ആരോപണം ഉന്നയിക്കുന്നത്. കെ എം ഷാജഹാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വി എസ് അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നപ്പോൾ ശ്രീജിത്ത് എന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് ധാർഷ്ട്യം പുറത്തെടുത്തുവെന്നും ശ്രീജിത്ത് അത് വകവെച്ച് കൊടുത്തില്ല എന്നും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പകയുടെ ഭാഗമായിട്ടാണ് ഇക്കറിഞ്ഞ വർഷങ്ങൾക്കിപ്പുറവും കെ എം ഷാജഹാൻ ശ്രീജിത്ത് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വേട്ടയാടുന്നതെന്നും അയാളെ കേസുകൾ കൊടുത്ത് ബുദ്ധിമുട്ടിക്കുന്നത് എന്നുമുള്ള വാദമാണ് ഷാജൻസ്കറിയ തൻ്റെ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും കെ എം ഷാജഹാനും ഷാജൻസ്കറിയയും തമ്മിലുള്ള ഈ ചെളിവാരി എറിയലുകൾ ഒട്ടും ആശാസ്യമല്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ, സർവീസിലുള്ള DGP എന്ന പരമോന്നത റാങ്ക് വഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഈ പോരാട്ടം നടക്കുന്നത് തീരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നും ഈ രണ്ടുപേരും മനസ്സിലാക്കേണ്ടതുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ തങ്ങളുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവർക്ക് മുൻപോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോഴും ഇവരിപ്പോൾ നടത്തുന്ന ഈ തരം താഴ്ന്ന പോരാട്ടം പരസ്പരമുള്ള ചെളിവാരി എറിയലുകൾ രണ്ടുപേരുടെയും വിശ്വാസ്യതയെ ബാധിക്കുന്നു എന്നതാണ് വസ്തുത. പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ചർച്ചകളുടെയും വിവാദങ്ങളുടെയും ഭാഗമാകുമ്പോൾ ജനങ്ങൾക്ക് ആളുകളോടൊരു മടുപ്പ് തോന്നാറുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരോട് പ്രത്യേകിച്ചും ഒരു മടുപ്പ് തോന്നാറുണ്ട്. അവരുടെ പ്രേക്ഷക പ്രീതിയിൽ ഇത് വലിയ രീതിയിലുള്ള ഇടിവും വരുത്താറുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രണ്ടുപേരും, അതായത് ഷാജൻസ്കറിയയും കെ എം ഷാജഹാനും തങ്ങളുടെ പ്രായത്തിൻ്റെ പക്വതയെങ്കിലും പ്രകടിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു പോരാട്ടത്തിൽ നിന്ന് പിന്മാറേണ്ടത് കേരളത്തിൻ്റെ കൂടി ആവശ്യമാണ്. കാരണം ഇവരെ രണ്ടുപേരെയും ആകാംക്ഷാപൂർവ്വം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകർക്ക് ഇത്തരം പോരാട്ടങ്ങൾ മനസ്സിൽ മടുപ്പുണ്ടാക്കും, ഇവരുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കും. അതുപോലെ തന്നെ ഇവരിൽ നിന്ന് ഇത്തരം നിലവാരമില്ലാത്തുള്ള ചർച്ചകളല്ല കേരളം പ്രതീക്ഷിക്കുന്നത്. നിഷ്പക്ഷമായിട്ടുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളാണ് എന്ന വസ്തുതയും ഈ രണ്ടുപേരും ഓർത്തിരിക്കേണ്ടതാണ്. അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാനും അതുമായി മുൻപോട്ട് പോകുവാനും സ്വാതന്ത്ര്യം ഈ രണ്ടു പേർക്കുമുണ്ട്. എന്നാൽ ഇത് ഒരിക്കലും പരസ്പരമുള്ള ഒരു പോരാട്ടത്തിൻ്റെ വേദിയായി സമൂഹ മാധ്യമങ്ങളെ മാറ്റിയെടുക്കുന്ന തലത്തിൽ അധപതിക്കരുത് എന്ന ഓർമ്മയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവേണ്ടിയിരിക്കുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ പോരാട്ടത്തിനേക്കാൾ അപ്പുറം പ്രസക്തമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും കൈകാര്യം ചെയ്യാനുണ്ട് എന്ന വസ്തുത മറന്നുകൊണ്ടാണ് തങ്ങളുടെ സമയവും തങ്ങളുടെ വിശ്വാസ്യതയും ബലി കൊടുത്തുകൊണ്ട് ഇത്തരം പോരാട്ടങ്ങളിൽ ഇവർ ഏർപ്പെടുന്നത്. ഏതൊക്കെയാണെങ്കിലും എസ് ശ്രീജിത്ത് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ചൊല്ലി കേരളത്തിലെ രണ്ട് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന യൂട്യൂബർമാർ തമ്മിലുള്ള പോരാട്ടം പ്രേക്ഷകരെ മടുപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഈ പോരാട്ടത്തിൽ നിന്ന് പരസ്പരമുള്ള വ്യക്തിപരമായിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് രണ്ടുപേരും പിന്മാറണം എന്ന എളിയ അഭ്യർത്ഥന ഇവരെ രണ്ടുപേരെയും കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.